Good morning, everyone. All right. Thank you so much for joining. Thank you. Have a great day. Thank you so much. How are you doing? Great. How are you doing? Are you doing great? All right. So, all the lovely people are here. Thank you so much once again for joining. ഇനി ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് ക്ലാസ്സുമായിട്ട് വരുന്നത്. ഇന്ന് നമുക്ക് ചെറിയൊരു സെഷനും ബാക്കി കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് സെഷനിലേക്കും പോകാം. അപ്പൊ ഫസ്റ്റ് നമുക്കെന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് സെഷനിലൂടെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. കാരണം എല്ലാ ദിവസവും ടോപ്പിക്സുകൾ ഞാൻ മാത്രം സംസാരിക്കുന്നു. ദാറ്റ് ബിക്കംസ് ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക. നിങ്ങളുടെ ഇതുവരെ കേട്ടതിൽ നിന്നുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ ഒരു ഏകദേശം 3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? 3 months ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ 3 എന്ന് കമന്റ് ചെയ്യുക. അതല്ല, ഒരു 2 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 എന്ന് കമന്റ് ചെയ്യുക. ഒരു മാസമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ലാസ്റ്റ് 30 days 30 എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കമന്റ് ആണ്. ജാസിറ ബേബി പറയുന്നു 3 months ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ആൻഡ് 30 days ഷർമീന. ഓക്കെ, ലെസ് ദാൻ 30 days. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റ് 2 weeks ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാരുള്ളത്? ഓക്കെ, നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, 2 weeks ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, ഷമീറ കെ പി. ഓക്കെ, സജിത. ഓക്കെ, റെക്കോർഡിങ്സ് കേൾക്കാറുണ്ട്. ഫാന്റാസ്റ്റിക്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണ് അധികം ആൾക്കാർ അല്ലേ? താങ്ക് യു സോ മച്ച്. നിങ്ങൾ അധികം ആൾക്കാരും ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ കടന്നു പോകാം. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ. വളരെ സോൾഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വരാം. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഇതുവരെ കേട്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നൊരു ചെറിയൊരു ടോപ്പിക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ അപ്പൊ അതിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒന്ന് ഡിസ്കഷനിലേക്ക് കിടക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇസ് ദർ എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും സംഗതികൾ, അറിവുകൾ പകർന്നു കൊടുക്കാം. ബിക്കോസ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് നിങ്ങളുടെ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവർ. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വാട്ട് ഡിഡ് യു ലേൺ ദ മോസ്റ്റ്? നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഏറ്റവും ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? എന്ത് ചേഞ്ചാണ് നിങ്ങളിൽ വന്നത്? അത് ഏത് രീതിയിലാണ് വന്നത്? അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഹൗ വാസ് ദ ജേർണി? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. യു ക്യാൻ അൺമ്യൂട്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ പറയാം. അതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഓക്കെ, മിസ്റ്റർ അതുൽ was talking about oneness. Could you please elaborate? Okay, oneness അല്ലേ? വൺനെസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. What is oneness? Oneness എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് എ റിയാലിറ്റി അറ്റ് ദ സെയിം ടൈം. വൺനെസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഒരു ടേമാണ്. നമ്മളെല്ലാവരും, വൺനെസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒരു ശക്തിയിലേക്ക് കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു സംഗതിയെ, ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ് എന്നുള്ള സംഗതിയുണ്ട്. വൺനെസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്.
ഒരു ഡിവൈൻ എനർജി നമ്മളെ കണക്ട് ചെയ്യുന്നു. ഇപ്പോ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ, വിശ്വസിക്കാൻ കഴിയാത്ത, ദഹിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ദഹിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മധുരമുള്ളതും ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ വൺനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാനും നിങ്ങളും എല്ലാവരും ഒന്നാണ്, കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. നമ്മളെല്ലാവരും, നമ്മളുടെ ചിന്തകളും നമ്മുടെ എനർജിയും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. നമ്മളുടെ ചിന്തകളും നമ്മുടെ എനർജിയും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ ലോകത്ത് തന്നെ ചില ആൾക്കാർ ചില ആശയങ്ങൾ ചിന്തിക്കുന്നു, അതേ ആശയം അതേ സമയത്ത് വേറൊരാൾ ചിന്തിക്കുന്നു, അദ്ദേഹം അത് നടപ്പിലാക്കും. ഇവിടെ ഒരു യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ഉണ്ടെന്നും അതിൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണെന്നും, ഒരു മാലയില് മുത്തുകൾ കോർത്തതുപോലെ, ആ മാല പൂർത്തിയാകാൻ മുത്തുകൾ കോർത്തതുപോലെ നമ്മൾ ഓരോ മുത്തുകളാണ്, പക്ഷെ ആ മാലയാൽ കോർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വൺനെസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് ഉണ്ട്. ആ ട്രൂത്ത് എന്ന് പറയുന്നത് സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്ന സത്യമാണ്. നമ്മളിൽ എല്ലാവരിലും എന്തുണ്ട്? സ്നേഹമുണ്ട്. ആ സ്നേഹം എന്ന സത്യമുണ്ട്. ആ സ്നേഹം എല്ലാവരിലും ഒരുപോലെയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മൾക്ക് എത്ര കിട്ടിയാലും മതി വരാത്തത് അതാണ് സ്നേഹം. എല്ലാവരിലും വ്യത്യസ്തതയുണ്ട്, പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഒന്നാണ്. സ്നേഹം അനുഭവിക്കണം, സ്നേഹിക്കപ്പെടണം, സ്നേഹം ലഭിക്കണം. സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, കണക്റ്റഡ് ആണ്. എന്നാൽ അതിനെ ഒന്നുകൂടെ നമ്മളിങ്ങനെ ഡെപ്തിലേക്ക് പോകുമ്പോൾ സ്നേഹമാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. സ്പിരിച്വാലിറ്റിയിലെ ഒരു സ്റ്റേജാണ് എന്നെ തന്നെ നിങ്ങളിൽ കാണാൻ കഴിയുക. ആ ഒരു അവസ്ഥ വൺനെസ് എന്ന് പറയുന്നതാണ്. വി ആർ ഓൾ വൺ, നമ്മളെല്ലാം ഒന്നാണ് എന്ന് നമുക്ക് അങ്ങനെ എന്ന് കാണാൻ കഴിയുന്നുവോ, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിൽ അത് എന്താ പറയാ, കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളെ തന്നെ അവരിൽ കാണാൻ കഴിയുന്ന ഒരവസ്ഥ. ആ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ്, നമ്മൾ വല്ലാണ്ട് ട്രാൻസ്ഫോംഡ് ആയി മാറും. അപ്പൊ കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതാൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. അതായത് നമുക്കൊരു മൈൻഡ് ഉണ്ട് അല്ലേ, ഇതുപോലെ ഒരു യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എൻ ഇന്റർനെറ്റ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ദർ ഇസ് എ ഹോൾ ലൈക്ക് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു ഇന്റർനെറ്റ് ഉള്ളതുപോലെ ഒരു യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ട്. ആ യൂണിവേഴ്സൽ മൈൻഡിന് അപ്പൊ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്, നമ്മളെല്ലാവരും ഒന്നിൽ നിന്ന് വന്നതാണ്. ആ ഒരു വലിയ കോസ്മിക് മൈൻഡിൽ നിന്ന്, അത് നമ്മൾ ദൈവം എന്ന് വിളിക്കും, പ്രപഞ്ച ശക്തി എന്ന് വിളിക്കും. അപ്പൊ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്, നമ്മളെല്ലാവരും ഒന്നിന്റെ ഭാഗമാണ്, നമ്മളെല്ലാവരും ഒരുപോലെയാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഈ ഫീലിങ്സുകൾ. അപ്പം ഇതിൽ പറയുന്ന വൺനെസിന്റെ ഒരു സംഗതിയിൽ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ ലോകത്തിന് നന്മ ചെയ്തു എന്നാണ്. നല്ലത് ചിന്തിച്ചാൽ നിങ്ങൾ നല്ല ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സമൂഹത്തെ സഹായിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലത് ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, യു ആർ ഹെൽപ്പിംഗ് ദിസ് യൂണിവേഴ്സ്, യു ആർ ഹീലിംഗ് ദിസ് യൂണിവേഴ്സ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ, നല്ലത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, ദാറ്റ്സ് ഇറ്റ് സെൽഫ് ഹീലിംഗ്. നല്ല ചിന്തിക്കുന്നത് തന്നെ ഈ ലോകത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഹീലിംഗ്.
അപ്പോൾ നമ്മള് ഇതിന്റെ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശം ചിന്തിച്ചു കഴിഞ്ഞാൽ വി ആർ ഹേർട്ടിങ് ദ വേൾഡ്. അപ്പൊ അങ്ങനെ വറീഡാവണ്ട. നമ്മളിങ്ങനെ മോശം ചിന്തിച്ചു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ എല്ലാവരുടെയും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. എല്ലാവരും സ്നേഹം എന്ന് പറയുന്ന സംഗതിയിൽ, സ്നേഹമാണ് ഈ ഒരു വൺനെസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വൺ ട്രൂത്ത് എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്ന എലമെന്റിലാൽ കണക്റ്റഡ് ആണ്. കമ്പാഷൻ, സ്നേഹം. ആ സ്നേഹത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേറൊരാളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ തൊട്ടപ്പുറത്തുള്ള നമ്മളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് നമ്മളെ മനസ്സിലാക്കണമെങ്കിലും സ്നേഹം വേണം. ലവ് ഈസ് ദ മെഡിസിൻ. വെൻ യു ഫീൽ ലവ്, ഇപ്പൊ ഈ പ്രപഞ്ച ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സൂഫിസത്തിലൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ലൈക്ക് ഇറ്റ്സ് നത്തിങ് ബട്ട് ലവ്. പ്രണയം. പ്രണയമാണ് ദൈവം. നിങ്ങളിൽ ദൈവമുണ്ട്, പ്രണയമുണ്ട്, എല്ലാത്തിലും ദൈവമുണ്ടെന്ന് പറയില്ലേ. ദൈവം ഒമ്നി പൊട്ടന്റ് ആണെന്ന്, ഒമ്നി പ്രസന്റ് ആണ്, എല്ലായിടത്തും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാത്തിലും ഉണ്ടെന്ന് പറയുന്നതിൽ എല്ലാത്തിലും ആ സ്നേഹത്തിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. ഈ വിഷയം സാധാരണ ആൾക്കാർ കേൾക്കുമ്പോൾ വറീഡ് ആവണ്ട, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യാ, സ്നേഹമാണ് അഖില, അല്ലെ, സാഗരമാണ് നീ ഭൂമിയിൽ, അങ്ങനെ എന്തോ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് റഷീദ്. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോ എന്ന് വെച്ചാല് സ്നേഹം എന്ന് പറയുന്ന പ്രസൻസ് നമ്മളിലുമുണ്ട്. സ്നേഹം എന്ന് പറയുന്ന പ്രസൻസ് എല്ലാവരിലുമുണ്ട്, എല്ലാ വസ്തുവിലുമുണ്ട്. നിങ്ങൾ സ്നേഹത്തിൽ, ആ സ്നേഹം നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ യു ആർ ബീയിങ് യുവർ സെൽഫ്. നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹമാണ്. നിങ്ങൾ ഈ നിൽക്കുന്ന ശരീരമല്ല. The real self is nothing but love. The real self is nothing but love. The entire universe is nothing but love. അതിന്റെ ഫോം എന്താണ്? ആ ഒരു ലവിന്റെ ഫോമിൽ നമ്മൾ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വി കൻ എക്സ്പീരിയൻസ് ലവ് ഔട്ട്സൈഡ്. സ്നേഹം, നമ്മൾ സ്നേഹത്തോടു കൂടി ജോലി ചെയ്ത് നോക്കി, സ്നേഹത്തോടു കൂടി ഭക്ഷണം നൽകി നോക്കി, സ്നേഹത്തോടു കൂടി സംസാരിച്ചു നോക്കി, സ്നേഹത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലും ഒരാളോട്, ലൈക്ക് ആ സ്നേഹത്തിൽ നിന്ന് യു ടേക്ക് ആക്ഷൻ ഫ്രം ലവ്, യു ടോക്ക് ടു പീപ്പിൾ ഫ്രം ലവ്, ഫ്രം എ സോഴ്സ് ഓഫ് ലവ്. നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, നിങ്ങൾ എവിടെ നിന്നിട്ടാ സംസാരിക്കുന്നത്, അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ഉണ്ട്. വെറുപ്പിൽ നിന്നും, വേദനയിൽ നിന്നും, സങ്കടത്തിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും, പരാതിയിൽ നിന്നും, ഇല്ലായ്മയിൽ നിന്നും നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പൊസിഷനിൽ നിന്നും നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ലോകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ബിക്കോസ് യു ആർ ദേർ. പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ സ്നേഹത്തിന്റെ ഒരു സംഗതിയിൽ നിന്ന്, ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കുള്ള ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതാവണമെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം മുകളിൽ കുറച്ച് സ്നേഹം വിതരണം. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ സ്നേഹം വിതറിയിട്ട് റഷീദ് ഖാന്റെ വൈഫ് എടുത്താ തള്ളുന്ന് കണ്ടില്ലേ, ഞാൻ തരാറില്ലേ. എന്താ പറയാ, സ്നേഹം എന്ന് പറയുന്ന ഒരു, എന്താ പറയാ, ഒരു പ്ലേറ്റിൽ ഭക്ഷണം നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ സ്നേഹത്തോട് കൂടിയിട്ട് കൊണ്ടു കൊടുത്താൽ അത് ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്റെ വൈഫ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാല് ഭക്ഷണത്തിലൂടെയാണ്. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണ്. ഈ ലോകത്ത് വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടാറില്ല. സോ ടേസ്റ്റി. കാരണം ലൈക്ക് ദാറ്റ് വാസ്, ഇപ്പൊ അങ്ങനെ ഒരു, എന്താ പറയാ, ദാറ്റ് ഈസ് ദ ലവ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാട്ടോ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക. എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണത്തിൽ ടേസ്റ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് വേറെ കാര്യത്തിലില്ല എന്നല്ല. ചിലർക്ക് ഭക്ഷണത്തിലാണ്, ചിലർ എന്താ വെച്ചാല് ഇങ്ങനെ സ്നേഹം ഹഗ്ഗിങ്ങിലാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ സ്നേഹം ഉണ്ടാവും. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നുണ്ട്. ചിലവരെന്ത് വെച്ചാൽ ഹഗ് ചെയ്യുന്നതിലാണ്. മെനി പീപ്പിൾ എക്സ്പ്രസ് ഡിഫറെന്റ്ലി.
അപ്പോ സ്നേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് കൊടുത്താലും എന്ത് ചെയ്താലും അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഗോൾഡൻ ടിക്കറ്റ് ഉണ്ട്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ ഇങ്ങനെ പറയാം, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. നമുക്ക് എത്തേണ്ടത് അബണ്ടൻസ് ഉള്ള ലോകത്തേക്ക്, ലൈക്ക് ഐശ്വര്യം, സമ്പൽ സമൃദ്ധി നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അബണ്ടന്റ് ഉള്ള സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്നത്. പക്ഷെ ഈ ബസ്സിൽ യാത്ര ചെയ്താലേ കിട്ടുള്ളൂ, ഈ ഒരു വാനിൽ യാത്ര ചെയ്താലേ കിട്ടുള്ളൂ. ഈ ബസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹം എന്ന് പറയുന്ന ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ബസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത് അവിടേക്കൊക്കെ അത് എത്തിക്കും. നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കും, നല്ല വസ്ത്രം കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കും, നല്ല അവസരങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. അവിടേക്ക് എത്തിച്ചു തരും ആ ബസ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എപ്പൊ സ്നേഹം നമ്മുടെ കയ്യിൽ നിന്ന് പോയോ അപ്പൊ നമ്മൾ ആ ബസ്സിൽ നിന്ന് പുറത്താവും. ഔട്ട് ഓഫ് ട്രാക്ക്. സോ യു ഗെറ്റ് ഓൺ ദി ബസ് ആൻഡ് ലൈക്ക് അതിനെന്ത് വേണം? ലൈക്ക് യു ഹോൾഡ് ഓൺ ടു ദാറ്റ് ലവ് ടിക്കറ്റ്. സ്നേഹത്തിന്റെ ആ ടിക്കറ്റ് കയ്യിൽ പിടിക്കും. ഓൾവേസ് ഹോൾഡ് ഓൺ ടു ഇറ്റ്. ബിക്കോസ് ആ ടിക്കറ്റ് ആണ് നിങ്ങൾ. ആ നിങ്ങളായാലേ ആ സ്നേഹത്തിന്റെ ടിക്കറ്റ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ക്യാരി ചെയ്താലേ നിങ്ങൾ ഫുള്ളി ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. അതാണ് നിങ്ങളായി മാറുന്നുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളല്ലാതായി മാറുന്നു, നിങ്ങൾ അകന്നു പോകുന്നു, നിങ്ങളല്ലാതായി മാറുന്നു. സോ യു ആർ ബീയിങ് യുവർ ട്രൂ സെൽഫ്, വിച്ച് ഇസ് ലവ്. ഫീൽ ദാറ്റ് ലവ്. ഗോഡ് ഈസ് ലവ്, യൂണിവേഴ്സൽ പവർ ഈസ് ലവ്, ദിസ് നേച്ചർ ഈസ് ലവ്. എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രകൃതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദൈവം നമ്മൾ വിളിക്കുന്ന പ്രപഞ്ച ശക്തി ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണോ നമുക്ക് ഫ്രീ ആയിട്ടല്ലേ ഈ ശ്വസിക്കാനുള്ള വായു ലഭിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തോ? സോ ഇറ്റ് ഈസ് ലവ്. ദ ഫോം ഓഫ് നേച്ചർ ഈസ് ലവ്, ദ ഫോം ഓഫ് ഗോഡ് ഈസ് ലവ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണോ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണോ നമ്മൾക്ക് വെളിച്ചം ലഭിക്കുന്നത്? രാത്രിയാവുമ്പോൾ ഉറങ്ങാൻ ഇരുട്ടിനെ കൊണ്ട് തന്ന് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നത്? It is already giving. It's already happening. It's already always abundant. നമ്മൾ ഈ ലോകത്ത് ഉള്ളതിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഉള്ളതിൽ നിന്നേ ഉണ്ടാക്കുന്നുള്ളൂ. ഇല്ലാത്തൊരു സാധനം, ഇവിടെ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത ഒരു കെമിക്കലോ ഒരു റോ മെറ്റീരിയൽസോ ഉപയോഗിച്ച് നമ്മളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുന്ന് ഇവിടെ ഉള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് ഉണ്ടാക്കാം. സോ യൂണിവേഴ്സ് ഇസ് ഓൾറെഡി ഗേവ് us. ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. സോ ദ നേച്ചർ ഓഫ് യൂണിവേഴ്സ് ഇസ് നത്തിങ് ബട്ട് ഗിവിങ്. ലവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ്. സോ ബീയിങ്, ആ ഒരു ഗിവിങ് മെന്റാലിറ്റി നമ്മൾ നിൽക്കുമ്പോൾ അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണോ അതിന്? നമ്മൾ ടാക്സ് അടക്കുന്നുണ്ടോ ഈ ശ്വാസത്തിന്? ഇല്ല. വെള്ളം, മഴക്കാലം ലഭിക്കുന്നു, മഴ ലഭിക്കാത്തൊരവസ്ഥ ആലോചിക്കും. വെയിൽ ലഭിക്കാത്തൊരവസ്ഥ ആലോചിക്കുന്നു. മഴയ്ക്ക് മഴയുണ്ട്, വെയിലിന് വെയിലുണ്ട്, വെള്ളമുണ്ട്. അപ്പം there is a beautiful form of love. Love is there everywhere. It's unconditional. So oneness-നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. ആ വൺനെസ് എന്ന് പറയുന്നത് നമ്മളും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതായത് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് സെപ്പറേറ്റഡ് അല്ല. ഒരു കല്ല് പോലെ, മഴ പോലെ, മറ്റുള്ള മൃഗങ്ങൾ പോലെ, ജീവജാലങ്ങൾ പോലെ നമ്മളും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. നമ്മുടെയും നേച്ചറിൽ എന്തുണ്ട്? ഈ ഗിവിങ് ആൻഡ് സ്നേഹത്തിന്റെ പ്രസൻസ് ഉണ്ട്. സ്നേഹം റേഡിയേറ്റ് ചെയ്യുക. ഫീൽ മോർ ഓഫ് ലവ്, ഫീൽ മോർ ലവ്, യു വിൽ ഫീൽ. നിങ്ങൾക്ക് നിങ്ങളെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ നഷ്ടപ്പെടുന്നതെന്ന് അറിയോ? നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നത് സൊസൈറ്റി പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതാവരുത്, ഇതാവരുത്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കറക്റ്റ് ചെയ്ത് കുറ്റപ്പെടുത്തി ആ കുറ്റപ്പെടുത്തലിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, ഒരുപാട് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് നമ്മൾ സ്വയം വെറുത്തു തുടങ്ങി, നമ്മളെ ഇഷ്ടപ്പെടാതെയായി. അങ്ങനെ നമ്മളിൽ പേടിയും ഇഷ്ടക്കുറവും
വെറുപ്പും വിദ്വേഷവും പകയും നമ്മളിൽ എന്ത് ചെയ്യും ഉണ്ടായി. അപ്പോൾ നമ്മളിൽ നിന്ന് ആ യഥാർത്ഥ 6 മാസം മുൻപ്, 1 വർഷം 1 വയസ്സും 6 മാസമൊക്കെ പ്രായമുള്ള സമയത്ത്, 2 വയസ്സൊക്കെ പ്രായമുള്ള ആ സ്നേഹം മാത്രം അറിയുന്ന, സന്തോഷിക്കാൻ അറിയുന്ന, ആനന്ദിക്കാൻ അറിയുന്ന ആ കുട്ടിയിൽ നിന്ന് ഒരുപാട് അകന്നകന്നകന്നകം നമ്മൾ പോയി. പിന്നെ വെറുപ്പും വിദ്വേഷവും സങ്കടവും പേടിയും ഇൻസെക്യൂരിറ്റിയുള്ള. അപ്പൊ നമ്മളിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്നേഹത്തിലേക്ക് തിരിച്ചു പോവുക, സ്നേഹം ഫീൽ ചെയ്യുക, നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കൊടുക്കുക. യു വിൽ കണക്ട് ബാക്ക് ടു യുവർ ട്രൂ സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കും, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും, അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ ബി യുവർ സെൽഫ്, യു ക്യാൻ ബി ഹാപ്പി, യു ക്യാൻ ബി കോൺഫിഡൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? റിമൂവൽ ഓഫ് നെഗറ്റീവ്സ് വിൽ ലീഡ് ടു വൺനെസ്. യെസ്, നമ്മൾ വൺനെസ്സിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യുക, സ്നേഹം നമ്മൾക്ക് കൊടുക്കുകയും ചെയ്യും. യു വിൽ റീച്ച് ദ വൺനെസ്. സ്നേഹമാണ്, സ്നേഹത്തിലൂടെയാണ് അത് വൺനെസ്സിലേക്ക് എത്തുന്നത്. സ്നേഹമാണ് വൺനെസ്. ഓക്കെ, സിമ്പിൾ ആണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്തും. ബിക്കോസ് നമ്മൾ അതല്ലാത്തത് പ്രാക്ടീസ് ചെയ്ത് ഫീൽ ചെയ്ത് കാരണം സൊസൈറ്റി എപ്പോഴും നമ്മളെ ഉള്ളിൽ എന്താ വെച്ചാൽ പേടിത്തന്ന് നമ്മളിങ്ങനെ ആയിപ്പോയിട്ട്. സോ വി നീഡ് ടു ഗോ ബാക്ക്. അതിലെങ്ങനെയാ? സ്വന്തത്തിലേക്ക് ഇരിക്കുക, സ്വന്തത്തിലേക്ക് കണക്ട് ചെയ്യുക, സ്വന്തത്തെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുക, വൺനെസ്സിലേക്ക് പോകാനുള്ള വഴി. നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സെൽഫിഷ്നെസ് അല്ല, എല്ലാം എനിക്ക് വേണം, എൻ്റെ കാര്യങ്ങൾ എന്ന് ചിന്തിക്കലല്ല, അതല്ല. വൺനെസ് എന്ന് പറയുന്നത് നിങ്ങളോട് ഒരു കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുക, സ്വയം സ്നേഹിക്കുക, ഉള്ളിൽ സ്നേഹം കൊടുക്കുക, വേറെ ആരോടും ഒരു വെറുപ്പും കീപ്പ് ചെയ്യാതെ സ്വന്തത്തെ സ്നേഹിച്ച് ഉള്ളിൽ സ്നേഹം ഫീൽ ചെയ്ത് ഉള്ളിലേക്ക് നോക്കി എവിടെയെങ്കിലും വിഷമിക്കുന്നുണ്ടോ എന്ന് നോക്കി സാരമില്ലെന്ന് പറഞ്ഞ് സ്വന്തത്തെ മനസ്സിലാക്കി സ്വന്തത്തെ കേൾക്കാൻ ശ്രമിക്കുക. ലിസൺ ടു യുവർ സെൽഫ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്, അത് ലിസൺ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. നമ്മളായിട്ട് അറിയുക. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, നുര പൊന്താൻ തുടങ്ങും, ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വല്ലാണ്ട് ഹാപ്പി ആയിട്ട് ഫുൾഫിൽഡ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. എനിവേ, ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. എനി അതർ ക്വസ്റ്റ്യൻസ്? ഞാൻ ഒരു ടോപ്പിക്കിൽ തന്നെ ഒരുപാട് സംസാരിച്ചു. ഒറ്റ ക്വസ്റ്റ്യൻ, സം ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് ദാറ്റ്. We will go keep on talking. Okay? Self love. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ അനിത, പാലക്കാടുന്ന്. ഞാൻ ശരിക്കും ഒരു 3 മാസത്തോളൊക്കെ ആയിട്ടുണ്ടാവും സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് വന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആക്കാൻ തോന്നി. നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ തോന്നുന്നുണ്ട്. ഓക്കേ, വെരി ഗുഡ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നുള്ള ഒരു വിശ്വാസം മനസ്സിലേക്ക് വരും. അപ്പൊ നെഗറ്റീവ് ഓട്ടോമാറ്റിക് പോസിറ്റീവായി മാറും. പിന്നെ ഹാപ്പിനെസ് കൂടി. ഇതൊക്കെ തന്നെ എനിക്ക് വന്ന വ്യത്യാസം. കാരണം ഞാൻ ഇതിനു മുന്നും പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആർട്ട് ഓഫ് ലിവിങ്, ബ്രഹ്മകുമാരീസ്, ഞാൻ എന്തായാലും ഒരു 10 വർഷത്തോളൊക്കെ ആയിട്ട് കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ സംഭവങ്ങൾ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയണോ സാറിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ആയി പറയും. അപ്പൊ എന്താ പറയുക, സൂര്യ നമസ്കാരം ചെയ്യുന്നില്ല, 6:30ക്ക് ഇതിൽ ഇരുന്നാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എണീക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇഫക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇതിലിരിക്കുന്നത്. അത്രയധികം വ്യത്യാസം നമുക്ക് എന്തും ചെയ്യാൻ കഴിയുന്നുള്ളൊരു വിശ്വാസം, ഉറച്ച വിശ്വാസം നമുക്ക് വരും. അത് തന്നെയാണ് ഈ മെഡിറ്റേഷന്റെ ഈ ക്ലാസ്സിന്റെ ഗുണം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ എപ്പോഴും സംസാരിക്കേണ്ടതാണ് ഞാൻ വിട്ടു നിൽക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് ഫോർ യു. ഓൾ ടൈം ഇതങ്ങനെ നിറഞ്ഞു പോട്ടെ, അബണ്ടൻസ് ആയിട്ട് തന്നെ വരട്ടെ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഞാന് ഇന്നിവിടെ നമ്മൾ ഒരു കുറച്ച് പോയിന്റ്സുകൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മള് ഫൊർഗിവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫൊർഗിവ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സ്നേഹത്തിലേക്ക്, വൺനെസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ ഈ ഫൊർഗിവ്നെസ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെല്ലാം രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലേക്കും അത് നയിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ക്യാരക്ടർ തന്നെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഈ ഫൊർഗിവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെയിനുള്ള സംഗതികൾ ഉണ്ടായി. നമ്മളോടായിരിക്കാം, മറ്റുള്ളവരോടായിട്ടാം നമ്മൾ ഫൊർഗീവ് ചെയ്യണം. വി ഷുഡ് ആസ്ക് forgiveness and we should forgive other people as well. നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം, ഫൊർഗീവ്നെസ് ചോദിക്കാം. എന്തായാലും ഫൊർഗീവ്നെസ് നമ്മൾ കൊടുക്കണം. ഈ ഫൊർഗീവ്നെസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മളോട് ഫൊർഗീവ് ചെയ്യണം എന്നുള്ളത്, നമ്മൾ നമ്മളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ. നിങ്ങൾ ഫൊർഗീവ് ചെയ്യാതെ, ഈ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങൾ ഫൊർഗീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെല്ലാം പ്രോബ്ലംസ് നമുക്കുണ്ടാകും. ഫൊർഗീവ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രൈഡ്ഫുൾ ആയിട്ട് മാറാൻ സാധിക്കും, അഹങ്കാരിയായി മാറാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ ധിക്കാരിയാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ലൈക്ക് ഈ ധിക്കാരം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം, ഈ ഒരു പെരുമാറ്റ രീതി, പ്രൈഡ്, അഹന്ത, ഒരു അഹങ്കാരമുള്ളതുപോലെ ആ ഒരു ഫീലിംഗ് നമ്മളിൽ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരോടെങ്കിലും, നമ്മൾക്ക് വേദനിപ്പിച്ചിട്ടുള്ള ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ അത് വരും, നമ്മുടെ സംസാരത്തിലെ ടോണിൽ അത് വരും, നമ്മൾ എന്തോ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം വരും. ഓക്കെ, അതേപോലെ നമ്മൾ ഫൊർഗീവ് ചെയ്യാത്ത ആൾക്കാർ വല്ലാണ്ട് ആങ്കർ ഉള്ളവരായിരിക്കും, ദേഷ്യമുള്ളവരും. അപ്പൊ നിങ്ങൾ ദേഷ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആരോടൊക്കെയോ ഫൊർഗീവ് ചെയ്യാനുണ്ട്. നിങ്ങളോട് എന്തായാലും ഫൊർഗീവ് ചെയ്യാനുണ്ട്, മറ്റുള്ളവരോടും ഫൊർഗീവ് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? റിസെന്റ്ഫുൾ. നിങ്ങൾ ഇതേപോലെ ഭയങ്കര റിസെന്റ്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫീലിങ്സുകൾ കൊണ്ട് നടക്കും. മനസ്സിലാകുന്നു? അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ എന്താണ്, ലൈക്ക് ഒരു ഡിസ്പ്ലഷർ, എപ്പോഴും ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥ, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകും. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു, ഇൻസൾട്ടിങ് ബിഹേവിയർ ഉണ്ടോ, മറ്റുള്ളവരെ കുറിച്ച് ഫൊർഗീവ് ചെയ്തിട്ടില്ല. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വല്ലാതെ ബിറ്റർനെസ് ഫീൽ ചെയ്യുക, ഒരു കൈപ്പേറിയ അനുഭവങ്ങൾ, വല്ലാണ്ട് ഒന്നിനോടും ഒരു തൃപ്തിയില്ലാത്ത, എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾ അല്ലെങ്കിൽ ആർക്കും ഒരു സന്തോഷം കൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. മനസ്സിലാകുന്നു? സന്തോഷം കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഒരു വാശി, കൈപ്പേറിയ അനുഭവങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ ബാഡ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുക. അപ്പൊ ഫൊർഗീവ്നെസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടാവും. അടുത്തെന്താണ്? വെഞ്ച്ഫുൾ, പക. നമുക്ക് പക വീട്ടാൻ തോന്നുന്നു, അവരെന്നോട് അങ്ങനെ ചെയ്തു. അപ്പൊ ഫൊർഗീവ് ചെയ്യാതെ ഈ പക വീട്ട് അത് അപകടത്തിലേക്ക് നയിക്കും. വെഞ്ച്ഫുൾ ബിഹേവിയർ ഉണ്ടായി കഴിഞ്ഞു ആരെന്ത് ചെയ്താലും, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടല്ലോ വലിയ പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നത്, ഫൊർഗീവ് ചെയ്യാൻ കഴിയാത്ത സ്വഭാവമാണ്. വലിയ പ്രശ്നങ്ങളിലേക്ക് ചെയ്തു, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമായിരിക്കും, അതിന് വരെ തിരിച്ചു മറുപടി പറയണം. നമുക്ക് മറുപടി പറയണമെന്ന് ഇങ്ങനെ തോന്നും, നമുക്ക് അവരെ ഇങ്ങനെ വേദനിപ്പിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് തിരിച്ചു കൊടുക്കണം, പക വീട്ടണം, അവർക്ക് പണി കൊടുക്കണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ടോ, അപ്പൊ ഈ ഫൊർഗീവ്നെസ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്താ വെച്ചാൽ പക വീട്ടാനുള്ള മെന്റാലിറ്റി ഉണ്ടാവും. മനസ്സിലാവുന്നു? അതേപോലെ ഹോസ്റ്റിലിറ്റി, വെറുപ്പ് മനസ്സിൽ കൊണ്ടുനടക്കും, അപ്പൊ ഈ വെറുപ്പ് ക്യാരി ചെയ്താലുള്ള പ്രശ്നം എന്താ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ വ്യക്തിത്വം നശിപ്പിക്കുന്ന
മോശമാക്കുന്ന നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടായത്. ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ വെറുപ്പ് പോകും, പക വീട്ടണം എന്നുള്ള സ്വഭാവമുള്ള ആ ഒരു സംഗതി പോകും. ചെറിയ കാര്യത്തിന് പോലും അവരുടെ മറുപടി പറയണം. എന്നിട്ട് ആ മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തന്നെയാണ് ദുഃഖം. ആ പ്രശ്നം ചിലപ്പോൾ കൂടുതൽ വഷളായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് നമുക്ക് ഇങ്ങനെ പിന്നെ അടുത്ത പേടി വരാം, അയാൾ ഇനി തിരിച്ചു പക വീട്ടുവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്, എപ്പോഴും ഒരു സ്ട്രെസ്സാണ്. സ്ട്രെസ്സിൽ ഇങ്ങനെ ജീവിക്കുക, ലൈക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ ജീവിക്കുക. ജഡ്ജ്മെന്റലാവും, മറ്റുള്ളവരെ മുൻവിധിയോടുകൂടി കാണാൻ നോക്കും. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, അതിങ്ങനെയായിരിക്കും. എന്താ കാര്യം? കുഞ്ഞുനാളിൽ അനുഭവിച്ചിട്ടുള്ളത് മുതലുള്ള ചൈൽഡ്ഹുഡ് ട്രോമയിലൊക്കെ നല്ലവണ്ണം ഫൊർഗീവ് ചെയ്യാനുണ്ട്. ഒരുപാട് പരിഹാസം കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അധ്യാപകരാവാം, ടീച്ചേഴ്സ് ആവാം, ലൈക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. അവരാരെങ്കിലും നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓരോന്നും എടുത്തിട്ട് ഫൊർഗീവ് ചെയ്യണം. ഓരോ വ്യക്തികളെ എടുത്തിട്ട് അവരെ മനസ്സിൽ കണ്ടിട്ട് ഫൊർഗീവ് ചെയ്ത് ക്ലിയർ ചെയ്ത് പറയാം. TFTയിൽ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ വെച്ചാൽ മോചിതരാകും. 100% നമുക്ക് മോചിതരായിട്ട് നമുക്ക് നേടും. ഇല്ലെങ്കിൽ നമ്മൾ നോക്കുക, നമുക്ക് അഹങ്കാരമുണ്ടോ, നമുക്ക് ദേഷ്യമുണ്ടോ, നമുക്ക് പകയുണ്ടോ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതാണ് അവൻ അതാണ്. ജഡ്ജ് ചെയ്യുന്നത് ഒരാളെ കണ്ടിട്ട് നമ്മൾ വിലയിരുത്തുക, തീരുമാനിക്കുക കാര്യങ്ങൾ. അത് ഫോർ എക്സാമ്പിൾ പറയുക, നമുക്ക് ഒരു നിറത്തിന്റെ പേരിൽ ജഡ്ജ് ചെയ്യാം, ഹൈറ്റിന്റെ പേരിൽ ജഡ്ജ് ചെയ്യുക, ഹൈറ്റ് കുറഞ്ഞു പോയതിന്റെ പേരിൽ ജഡ്ജ് ചെയ്യുക, അവരുടെ സംസാര ശൈലിയുടെ ബേസ് ചെയ്ത് ജഡ്ജ് ചെയ്യുക. പല കാര്യങ്ങൾ വെച്ച് ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം. മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ നമ്മളെന്തോ സ്പെഷ്യലാണ്, നമ്മളെന്തോ ഉഷാറാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ, നമ്മളത് പ്രൊജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളുടെ പോരായ്മകൾ, നമ്മളുടെ ഉള്ളിലുള്ള ഈ വെറുപ്പ്, ഉള്ളിലുള്ള ഈ സംഗതി പ്രൊജക്റ്റ് ചെയ്യുക ചെയ്യുക. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, അവൻ ഇങ്ങനെയാണ്, അവരിങ്ങനെയായിരിക്കും, ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഈ ജഡ്ജിങ് ബിഹേവിയർ വരുന്ന എവിടെ നിന്നാണ്? നമുക്ക് ചെറുപ്പത്തിൽ ഒരുപാട് പെയിന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ നമ്മൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. സോ ജഡ്ജ് ചെയ്യാം, അവരിതാണ്, അവരതാണ്, അതിതാണ്. ചിലപ്പോൾ അവരൊന്നും ആയിരിക്കില്ല, അവരങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്തു പോകും. സോ ജഡ്ജ്മെന്റലാവും. അത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത് എന്താണ്? ലോൺലി. ഫൊർഗീവ്നെസ് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ലോൺലി ആയിട്ട് പോകും, ഒറ്റപ്പെട്ടു പോകും. നിങ്ങൾ ഇൻട്രോവേർട്ട് ആണ് എന്ന് പലരും പറയാറുണ്ട്. പല ഇൻട്രോവേർട്ടുകളും ഉണ്ടാകുന്നത് അൺഫൊർഗീവ്നെസ്സിൽ നിന്ന്. ഒരുപാട് പെയിനോ ബുദ്ധിമുട്ടോ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തത്തിൽ മാത്രം വിശ്വാസമായി മാറും. അവർ ഇൻട്രോവേർട്ടായിട്ട് ഒതുങ്ങി നിൽക്കും. എല്ലാ ഇൻട്രോവേർട്ടും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. അപ്പൊ ആ ഫൊർഗീവ്നെസ് എന്ന് വെച്ചാൽ മനസ്സിൽ ചിലപ്പോൾ വെറുപ്പൊന്നും ഇപ്പൊ കൊണ്ടുവന്നെങ്കിൽ, പക്ഷെ ആ പഴയത് ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പൊ മനസ്സിൽ കോൺഷ്യസ് മൈൻഡിൽ എന്തുണ്ടാവില്ല? വെറുപ്പൊന്നുമില്ല. പക്ഷേ അനുഭവിച്ച വേദന ഹീൽ ചെയ്ത് കളഞ്ഞിട്ടില്ല. അനുഭവിച്ചത് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് അതിനെ ഹീൽ ചെയ്ത് ഫൊർഗീവ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ കളയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ ഉള്ളിൽ അത് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, സൊസൈറ്റിയെ കുറിച്ചൊരു പേടി ഉണ്ടാവും, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാകും, ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ചെറിയൊരു പേടി, കൺസേൺസ് ഉണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഉള്ളിലേക്ക് വലിയും. ഞാൻ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്ന പേടി. അങ്ങനെ ലോൺലി ആയിട്ട് ഫൊർഗീവ് ചെയ്യാത്ത ആൾക്കാർക്ക് മറ്റുള്ളവരോട് എപ്പോഴും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെയൊക്കെ ഒരു പേടിയോടുകൂടി, ലാക്ക് ഓഫ് ട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ കാണുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഒറ്റപ്പെട്ട് നമ്മളെങ്ങനെ ഒറ്റപ്പെടും. എപ്പോഴും നമ്മളെ സേഫ് ആക്കാൻ നമ്മളെ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതോറും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റുകയാണ്. അങ്ങനെ നമ്മൾ
ഒറ്റപ്പെട്ടു പോകുന്നു, ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, ഞാനേ ഉള്ളൂ എന്ന ഫീലിംഗ്. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മാത്രമേ, നമുക്ക് സേഫ്റ്റി തരുന്ന ആൾക്കാരെ കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ വളരെ ചുരുങ്ങിയ ഫ്രണ്ട്സ് ചിലപ്പോൾ ഉണ്ടാവും. എന്നാൽ പോലും വളരെ അടുപ്പത്ത് സ്വന്തം ആ ലോകത്തിലേക്ക് തുറന്ന് പൂർണ്ണമായിട്ട് എല്ലാം പറഞ്ഞ് ഫ്രീ ആകാൻ പറ്റിയ ഒരു സുഹൃത്ത് ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാവില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവില്ല. എത്ര പറഞ്ഞാലും ഉള്ളിൽ മറച്ചു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഫൊർഗീവ് ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെടൽ. ഫിയർഫുൾ ആവുക, എപ്പോഴും ഇങ്ങനെ ഭയം ഉള്ളിലുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഫീൽ ചെയ്യും. നമ്മൾ സേഫ് അല്ല എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും വരും. അൺഫോർഗീവിങ് നമ്മളായി കഴിഞ്ഞു, നമ്മൾ ഫൊർഗീവ് ചെയ്തിട്ടില്ല എങ്കിൽ ഫിയർഫുൾ ആയിട്ട് പോകും. അടുത്ത ജോയ്ലെസ്, ഒരു ആനന്ദം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഫൊർഗീവ്നെസ്, നമ്മളിങ്ങനെ എല്ലായ്പ്പോഴും ദേഷ്യം നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. എല്ലാവരോടും ദേഷ്യം, അവരോട് ദേഷ്യം, ഇവരോട് ദേഷ്യം, അങ്ങനെ ദേഷ്യം, നമ്മളൊരു നമുക്ക് ആ ദേഷ്യപ്പെടുന്നതിൽ എന്തോ ഒരു ഹീറോയിസം നമ്മൾ കണ്ടെത്തും. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വ്യത്യസ്തനാണ് എന്നതിൽ എന്തോ ഒരു വലിയ എന്തോ സംഭവം കണ്ടെത്തുന്ന കുറെ ആൾക്കാരുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് എന്താ വെച്ചാൽ സൊസൈറ്റിയോട് ഫൊർഗീവ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് സൊസൈറ്റി നിങ്ങളെ ഉപദ്രവിച്ചതിന്, നിങ്ങളുടെ നാട്ടുകാർ ഉപദ്രവിച്ചതിന്, വീട്ടുകാർ ഉപദ്രവിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കക്കാർ, നിങ്ങളുടെ ബന്ധുക്കൾ ഒക്കെ, ഈ ആൾക്കാരൊക്കെ നിങ്ങളെ ജഡ്ജ് ചെയ്തതിന് നിങ്ങൾ അവരോട് എന്താ വെച്ചാൽ ഫൊർഗീവ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ വെച്ചാൽ ഒരു റിബലായി മാറാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഞാൻ ഒരു റിബലാണ്, ഞാൻ ഇങ്ങനെയാണ്, കണ്ടത് കൂട്ടിക്കുകയോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. സോ അതിലെല്ലാം ഉണ്ട്, ധിക്കാരമുണ്ട്, സംഗതികളുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ഒറ്റപ്പെടുകയും, അപ്പൊ നമ്മൾ കൂടുതൽ എന്ന് വെച്ചാൽ അപ്പൊ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ, സൊസൈറ്റിയോടൊക്കെ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകണം, അവരോട് ഇടപഴകണം എന്നൊന്നുമല്ല. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് വെറുപ്പ് എടുത്ത് കളയുക. എടുത്ത് കളയുന്നത് എങ്ങനെയാണ്? മനസ്സിൽ പറയാം, ഐ ഫൊർഗീവ് യു, ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ എന്ന് അവരോടും പറയാം. അതിന്റെ കൂടെ പറയാം, നിങ്ങൾ ചെയ്തത് ശരിയൊന്നുമല്ല, നിങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാണ്, പക്ഷെ ഐ ഫൊർഗീവ് യു, ഐ ലെറ്റ് യു ഗോ. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമാണുള്ളത്. നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് എൻ്റെ വേദന മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫൊർഗീവ് ചെയ്ത് വിട്ട് കളയും. അതേപോലെ എൻ്റെ മനസ്സിന്റെ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയിൽ നിന്നാണ്, നന്മയിൽ നിന്നാണ് നിങ്ങൾ ഫൊർഗീവ് ചെയ്യുന്നത് എന്നുള്ളത് അവരോട് പറഞ്ഞ്, ഓരോ വ്യക്തികളെയും ആ സാഹചര്യങ്ങളെയും ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനോട് പറയുക, ആ വ്യക്തികളോട് പറയുക, ആ സാഹചര്യത്തോട് പറയുക, സംസാരിച്ചിട്ട് എന്ത് ചോദിച്ചാൽ യു കം ഇൻ ടേംസ് വിത്ത് യോ ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ ഓർ ദ പീപ്പിൾ. യു കം ഇൻ ടു എന്താ പറയുക, ഒരു പീസിലേക്ക് എത്തുക, സമാധാനത്തിലേക്ക് എത്തുക, എന്നിട്ട് വിട്ട് കളയുക. ഐ ഫൊർഗീവ്, ഇഗ്നോർ ചെയ്യല്ല, അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അത് ഞാൻ വിട്ട്, അങ്ങനെയല്ല. You have to bring it into you and go through that pain, feel that pain. അതിനെ സംസാരിച്ച് അത്രയും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. It's so paining, it's so hurting to me, it was not safe എന്ന് പറഞ്ഞ് ഫീൽ ചെയ്തിട്ട് it was so dangerous and it affected me like anything and I hated you like anything and I'm still keeping that hate towards you, but I want to let it go and I am desiring to let it go എന്ന് പറഞ്ഞ് ലെറ്റ് ഗോ ചെയ്ത് ക്ലിയർ ചെയ്ത് I choose love because I have so much love inside me എന്ന് പറയണം. പക്ഷെ ഇത് പറയണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഫീൽ ചെയ്യണം, സെൽഫ് ലവ് നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷെ നമ്മൾ അവരോട് പറയണം, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ലൈക്ക് ഇതുകൊണ്ട് ഞാനാണ് വേദനിക്കുന്നത്, ഇതുകൊണ്ട് ഞാനാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. മനസ്സിലാവുന്നുണ്ടോ? വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് മീ ഗോയിങ് ത്രൂ സോ മച്ച് പെയിൻ. അപ്പൊ അതുകൊണ്ട് ഐ ചൂസ് ടു ലെറ്റ് ഗോ. ഇതെനിക്ക് ഹെഡേക്ക് തരുന്നു, ആ ചിന്തകൾ, ആ വെറുപ്പ്, ആ ഒരു ബുദ്ധിമുട്ട് അതെനിക്ക് ഹെഡേക്ക് തരുന്നു, അതെനിക്ക് ഇറിറ്റേഷൻ തരുന്നു, അതെന്നെ തളർത്തുന്നു, അതെന്നെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥനാക്കുന്നു, അതെന്റെ ഉറക്കം കെടുത്തുന്നു, അതെന്റെ സമാധാനം കളയുന്നു, അതെന്നിൽ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു, അതെന്നിൽ നിന്ന് ഒരുപാട് എന്നെ വീക്കാക്കി കളയുന്നു. സോ I want to feel strong, I want to feel safe, I want to enjoy the peace, I want to feel enjoy the moment, I want to be relaxed. So for that I let go.
ഐ ലെറ്റ് ഗോ ദ നീഡ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു ക്ലിയർ ചെയ്ത് കുട്ടികൾ. Can we do that? Can we do that? And we should do it. And then ആ ഒരു ലെറ്റ് ഗോ ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞ വൺനെസ്, നേരത്തെ പറഞ്ഞ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന്, സ്നേഹം എന്നിലുണ്ട്, എന്നിൽ ഒരുപാട് സ്നേഹമുണ്ട്. സ്നേഹമില്ലാത്ത ഒരാൾക്കാണ് ഫോർഗീവ് ചെയ്യാൻ കഴിയുക. സ്നേഹമുള്ളവരാണ് നമ്മളെല്ലാവരും. ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം കൊടുക്കുകയാണ്. ലൈക്ക് ഐ നോ യു ആർ ഇൻ പെയിൻ. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചത് നിങ്ങൾ വേദനയിൽ നിന്ന സമയത്താണ്. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചത് നിങ്ങൾ വീക്കായിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ വേദനിപ്പിച്ച ആൾക്കാർ മാത്രമാണ് മറ്റുള്ളവരെ വേദനിക്കുക. വേദനിപ്പിക്കപ്പെട്ടവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും. The hurt people hurt people. The hurt people hurt people. ഹേർട്ട് ആയവർ ഹേർട്ട് ചെയ്യും മറ്റുള്ളവർ. ഹേർട്ട് ആയവരെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യും. സോ ഇനി ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദിസ് സൈക്കിൾ. ഈ സൈക്കിൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട. ഈ ഒരു റെപ്പിറ്റേഷൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഹേർട്ടായി, നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്തു, ഞാൻ ഹേർട്ടായി. ഇത്രയും കാലം ഈ ഹേർട്ടും കൊണ്ട് ഞാൻ നടന്നു. അപ്പോൾ ഞാനും അറിയാതെ ഐ വാസ് പ്രോൺ ടു ലൈക്ക് ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിലേക്ക് ഞാൻ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. ബിക്കോസ് ഐ വാസ് ക്യാരിയിങ് ദിസ് ഹേർട്ട് ഇൻസൈഡ് മീ. പെട്ടെന്ന് ട്രിഗേർഡ് ആവും. സോ എൻ്റെ ആ ഒരു നമ്മളല്ല ട്രിഗർ ആവുന്നത്. വി ആർ നോട്ട് ഗെറ്റിംഗ് ട്രിഗേർഡ്. ദിസ് ഹേർട്ട് ഗെറ്റിംഗ് ട്രിഗേർഡ്. ട്രിഗർ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ട്രിഗറിങ് ഫാക്ടറാണ് ട്രിഗർ ആവുന്നത്. ആ ട്രിഗറിങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളല്ല ട്രിഗർ ആവുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള വെറുപ്പും പെയിനും നെഗറ്റിവിറ്റിയുമാണ് ട്രിഗർ ആവുന്നത്. It's two different things. It's not you. You are love. But you also you have so much love within you. You are such a good person. You are such a good soul. But there is so much pain. Some people gave it to you and you received it and you put it inside. You build it up. ഇമോഷണലി അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു, വിഷമിച്ചു, സംഗതിച്ചു, അതിനെ വലുതാക്കി കൊണ്ട് നടന്ന് കയ്യിലെടുത്ത് വലുതാക്കി വളർത്തി വലുതാക്കി വലിയ സംഭവമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. സോ അതാണിപ്പോ വലുതായി നിൽക്കുന്നത്. സ്നേഹം ചെറുതായി നിൽക്കുക, അത് വലുതായിട്ട് നിൽക്കുകയാണ്. അപ്പോ ആൾക്കാർ ആരെങ്കിലും ചെറിയൊരു സംഗതി വരുമ്പോ അത് വന്നിട്ട് സ്നേഹത്തിലല്ല കൊള്ളുന്നത്, അത് വന്നിട്ട് ആ പെയിനിലാണ് കൊള്ളുന്നത്. സോ that pain is the trigger, the pain you carry. So let go the pain. ആ പെയിന് വിട്ട് കളയുക, ആ വിഷമം വിട്ട് കളയുക, ആ ഒരു ദേഷ്യം വിട്ട് കളയുക. അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതി സംഭവിക്കുമ്പോൾ അതിന് മാച്ച് ആകുന്ന ഒരു സാധനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ട്രിഗർ ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? മാച്ച് ആകുന്ന സാധനം വരുമ്പോൾ, മാച്ച് ആകുന്ന സാധനം ഉള്ളിലുണ്ടെങ്കിൽ അത് മാച്ച് ആയിട്ട് അത് ട്രിഗർ ആയിട്ട് വരുന്നതാവും. ഇവിടെ അതില്ലെങ്കിൽ അതിന് ചതങ്ങി വന്ന് ഇങ്ങനെ പോകും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദേർ. അതിന് പകരം ലവ് ആണ്. യു ഹാവ് സോ മച്ച് ലവ്. സോ ഇറ്റ് ഈസ് കമ്മിങ് ടു യു. ദർ ഇസ് എ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് തിങ്. ലവ് ആണുള്ളത്. ലവിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ളത് ലവ് ആണ്. ലവിൽ നിന്നാണ് യു ആർ റിയാക്ടിങ്. വെൻ യു ആർ റിയാക്ടിങ് ഫ്രം ലവ്, ഫ്രം സോ ലവ്, what happens? That person will melt. ആ പേഴ്സൺ എന്താകും? നമ്മൾ വേദനിപ്പിക്കുന്ന ആള് പോലും എന്ത് ചെയ്യും? അല്ലേ? അതെ, കോമ്പാറ്റബിലിറ്റി എന്ന് പറയും നമുക്കില്ലേ. ഒരു ഐഫോൺ ചാർജർ ഉപയോഗിച്ചിട്ട് ഐഫോൺ ചാർജർ ഉപയോഗിച്ചാൽ മാത്രമേ ഐഫോണിന് ചാർജ് ചെയ്യാൻ കഴിയൂ. സാംസങ്ങിന്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ സ്നേഹം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ, വെറുപ്പിന് ഒരിക്കലും നമുക്ക് എന്താ വെച്ചാൽ സ്നേഹമുള്ള മൈൻഡിൽ കണക്റ്റഡ് ആവുന്നു. ഇതിലേക്ക് വന്നിട്ട് വല്ലാണ്ട് പോകുന്നു. അപ്പോൾ പെയിന് നമ്മളെ ട്രിഗർ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് യു. നിങ്ങളല്ല ട്രിഗേർഡ് ആവുന്നത്, ദ പെയിൻ യു ക്യാരി. അപ്പൊ പെയിൻ എടുത്ത് കളഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് ട്രിഗേർഡ്. അപ്പൊ അത് എടുത്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്. അതിനാണ് EFT നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. EFT ഈസ് ഹെൽപ്പിംഗ് യു എ ലോട്ട്.
അത് എടുത്ത് കളയാനുള്ള ടൂളാണ്, റീപ്രോഗ്രാം ചെയ്യാനുള്ള ടൂളാണ്. ഇന്ന് പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് 20th. സോ എല്ലാവരും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് മാജിക്കൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിസ്ഡം ഷെയർ ചെയ്യുന്ന. എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് യു നോ, ഡിഡ് യു എൻജോയ് ടുഡേസ് ഡിസ്കഷൻ? ഇറ്റ് വാസ് എ റിമൈൻഡർ ഫോർ മെനി പീപ്പിൾ. പലർക്കും ഇത് അറിയാൻ കേട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് എ റിമൈൻഡർ ബിക്കോസ് നമുക്കിത് പലതും എന്താ വെച്ചാൽ ഇത് കേട്ടാൽ മതി, പറയാൻ ഒരാളുണ്ടായാൽ മതി, കേട്ടാൽ മതി, അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് ടച്ച് ചെയ്യും. പലപ്പോഴും നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരാള് നമുക്കിത് പറയാനാണ്, നമ്മളെ റിമൈൻഡ് ചെയ്യാൻ ഈ ക്ലാസ് എടുക്കുന്നതിൽ. അപ്പം നമ്മുടെ ഇന്ന് ആരംഭിക്കുന്ന സെഷൻ കോഴ്സാണ്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കം ആൻഡ് ജോയിൻ. ടുഡേ ഇസ് ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സർ, വൺ ഡൗട്ട് ഉണ്ടായിരുന്നു സർ. ചോദിച്ചോളൂ. EFTയുടെ പേഴ്സണൽ സെഷൻസ് നമുക്ക് കിട്ടുമോ, സിംഗിൾ സെഷൻസ് ആയിട്ട്? സർ മുന്നേ അത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനേഴ്സ് ഉണ്ട് എന്നുള്ളത്, അതെ അതെ ഇൻഡിവിജ്വൽ സെഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സെഷനെ കുറിച്ചിട്ട് സാർ ഒന്ന് പറയാവോ? ആരാണ് സംസാരിക്കുന്നത്? സലീന. ഞാൻ ഫസ്റ്റ് ടൈം ആണ് സാറിന്റെ ക്ലാസ്സിൽ കേൾക്കുന്നത്. ഓക്കെ, നമുക്കെന്ന് വെച്ചാല് ലൈവ് ആയിട്ടുള്ള 10 days ക്ലാസ്സസ് ഉണ്ട്. 10 daysൽ നമ്മളെന്ന് വെച്ചാൽ ലൈവ് ആയിട്ടുള്ള സെഷൻ നൽകും. ഈ ലൈവ് ആയിട്ടുള്ള സെഷൻ നൽകിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ കുറെ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ തെറാപ്പി ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരാളുടെ ഫോളോ അപ്പ് സപ്പോർട്ട് 30 days ഉണ്ടാവും. അപ്പൊ ആ 30 daysൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവർ നിങ്ങളുടെ കൂടെ നിന്നിട്ട് എന്ന് വെച്ചാൽ ഫീൽ ചെയ്യും. 30 days കഴിഞ്ഞാലും ആ സപ്പോർട്ടും നമ്മളെ ഒരു മെമ്പർ, ഫാമിലി മെമ്പർ എന്നുള്ള ഗ്രൂപ്പിലൊക്കെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ നിൽക്കും. സംഗതികളുണ്ട്. ഇതിന് പുറമെ ഗ്രൂപ്പ് തെറാപ്പി സെഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതി, അപ്പൊ നിങ്ങൾക്കൊരു ഒരു ഹീലർ, പേഴ്സണൽ ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അസൈൻ ചെയ്തു തരും. അവർ നിങ്ങളെ കൊണ്ട് എന്താ വെച്ചാൽ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് റെഡിയാക്കി എടുത്ത് നിങ്ങളെ തെറാപ്പിയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് 1-to-1 സെഷൻസ് ഒക്കെ തന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ തെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പൊ സെഷൻ എടുക്കുന്നത് ഞാൻ എടുക്കും. ഇതിന് പുറമെ നിങ്ങൾക്ക് ഓരോരുത്തരെ അസൈൻ ചെയ്തു തരും നമ്മൾ, ഒരു മെൻറ്റർ പേഴ്സണൽ ആയിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് 1-to-1 സെഷൻസ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. സോ ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ്. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വരിക. എവിടെ സ്ഥലം? മലപ്പുറം. എവിടെ? മലപ്പുറം. 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 എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊരു മാനേജറാണ് സർ. മാനേജർ അത് പിന്നെ സ്റ്റേറ്റ് വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം UK റിക്രൂട്ട്മെന്റ് മേജർലി ചെയ്യുന്നത്. സ്റ്റുഡൻസ് UK, US, ഓസ്ട്രേലിയ ഒക്കെ പഠിക്കാൻ പോകില്ലേ? അപ്പൊ ഇനീഷ്യലി ഞാൻ കൺസൾട്ടന്റ് ആയിരുന്നു. പിന്നീട് മാനേജർ പോസ്റ്റിലോട്ട് പ്രൊമോഷൻ വന്നത്. പക്ഷെ അത് ഭയങ്കര പ്രഷറാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ഓടി വന്നത്. അപ്പം അത് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഫ്രീ ആകാൻ പറ്റും കേട്ടോ. ഇന്നത്തെ സെഷൻ തന്നെ കേട്ടത് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ഇന്നത്തെ സെഷന് മനസ്സിലായത് ഉള്ളിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. എന്റേതായ തീരുമാനം കൊണ്ട് ഡിവോഴ്സ് ആണ്. അപ്പൊ അതിന്റെ ബാക്കിൽ ഒരുപാട് വിക്ടിംസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നാണെങ്കിലും പിന്നെ ബന്ധുക്കളിൽ നിന്നാണെങ്കിലും സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും. എനിക്ക് മനസ്സിലായത് അങ്ങനത്തെ കുറച്ച് പെയിൻസ് ഒക്കെ സ്റ്റിൽ അവിടെ കിടന്ന് അത് ബലൂൺ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രഷർ വരുമ്പോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ പൊസിഷനിൽ എനിക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് മുന്നോട്ട് പോവോ ഇല്ലേന്ന് പോലും ഡൗട്ടാണ്. ആ സമയത്ത് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ഓടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കുന്ന വർക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ എനിക്ക് പറയാനുള്ളത് വെച്ചാല് സെയിം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാള് നമ്മുടെ കോഴ്സിൽ ഒരാൾ ഇവിടെ ഉണ്ട്. താങ്ക് യു. അത് ആരാണ്? ഇവിടെ റിയ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇസ്രായേലിലാണ് ആള് ചെയ്യുന്ന. ആള് റിക്രൂട്ട്മെന്റ് ഒക്കെ ഇസ്രായേലിലേക്ക് കൂടുതൽ. അപ്പൊ റിയ ഏത് കൺസൾട്ടന്റിലാണ് അതൊന്ന് പറയാമോ? ഓക്കെ റിയ, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. പേഴ്സണൽ ഡിസ്കഷനൊക്കെ റിയ ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സ് ചെയ്ത ഒരാളാണ്. എന്താ റിയക്ക് പറയാനുള്ളത്? ഇതേപോലെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് റിയ? എനിക്ക് അങ്ങനെയാ തോന്നിയേ. എനിക്ക് പേരറിയില്ല. അപ്പൊ സംസാരിച്ച് കഴിയുമ്പോൾ ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇപ്പൊ ഇന്ന് ക്ലാസ്സിന് പോകുന്ന എല്ലാവരോടും പറയാനുള്ളൊരു
കാരണം എല്ലാവരും ഗ്രൂപ്പ് സെക്ഷൻ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയ്യോ ഇത്രയും പേരുടെ മുമ്പിൽ ഇരുന്ന് പറയേണ്ടി വരുമോ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ എനിക്ക് ആ ചിന്തയുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മള് ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ക്യൂർ ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാവും. സാർ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവും. അതല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഓരോ പോയ വഴികളിലൂടെ ഇത് കണക്ട് ആയി ഞാൻ ഇവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ എനിക്കൊരു ട്രോമ ഉണ്ട്, ഇതെനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ മെന്ററുമായിട്ട് സംസാരിച്ചിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലാണ് നമ്മുടെ മെന്റർ നമുക്ക് 1-to-1 സെക്ഷൻ എപ്പോഴും തരാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും ഇതൊരു ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി മാത്രമാണ്. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. അതിൽ നമ്മൾ സ്വയം ഹീലാവുന്നു. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ ആ സെയിം പാത്തിൽ കൂടി കഴിഞ്ഞ മാസം 7-ാം തീയതി ജോയിൻ ചെയ്തിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ആളാണ് ഞാന്. ഞാൻ ഏജൻസിയിലല്ല വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഏജൻസി ഉണ്ട്. ഞാൻ ഇസ്രായേലിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണക്ക് എന്റെ ബിസിനസ്സിലും ഭയങ്കര പ്രഷർ വന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷെ നമുക്കിത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മീൻസ് എന്റെ കാൻഡിഡേറ്റ്സ് പറയുന്നത് എനിക്കെന്തോ മാറ്റം വന്നു. മുമ്പ് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാം ഇപ്പൊ ചിരിച്ചു വർത്താനം പറയുന്നു, ഗ്രൂപ്പിലൊക്കെ കയറി മാം സ്റ്റാറ്റസ് അയക്കുന്നു എന്നൊക്കെയാ മാം പറയുന്നത്. എനിക്ക് തോന്നുന്നു സെൽഫായിട്ട് തുടങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നത്. ഇത് നമുക്ക് മുകളിലത്തെ ആൾക്കാരുടെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാർഗറ്റ് ഒരു ദിവസം ഒരു മന്തിൽ 10 പേയ്മെന്റ് എന്നൊക്കെ പറയുമ്പോ എത്തിക്കേണ്ടത് എങ്ങനെ ചെയ്യാനാ? UK ആണെങ്കിൽ എഡ്യൂക്കേഷൻ ലോണൊക്കെ ബാങ്ക് മാനേജർ പോയ അങ്ങനെ ആ പേപ്പർ 2 ആഴ്ച വെച്ചിട്ടായിരിക്കണം. നമ്മൾ എങ്ങനെ ഇതൊക്കെ ചെയ്യാ? ഇങ്ങനെ ഓക്കെ, ഓരോരോ പ്രഷർ. അതെ അതെ, താങ്ക് യു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സെലീന മാം ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് കം ടു ദ പ്ലാറ്റ്ഫോം, കം ടു ദ പ്രോഗ്രാം. ഇന്നാണ് കോഴ്സ് ആരംഭിക്കുന്നത്. ഫ്രം ദിസ് ഡേ ഞാൻ ഒരു കാര്യം പറയാം, ബിക്കോസ് ഈ ഒരു പ്രഷർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതേപോലെ പല രീതിയിലും പല പ്രഷറും അനുഭവിക്കുന്നവരുണ്ടാവും. സോ വർക്കിംഗ് വുമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, സിംഗിൾ പാരന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവും. വട്ട് എവർ ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ ദറ്റ് യു ആർ ഗോയിങ് ത്രൂ, ഹൈപ്പർ ആക്റ്റീവ് ആയി പോകുന്ന ആൾക്കാരുണ്ടാവും, ഹൈപ്പർ ഇൻഡിപെൻഡൻസിലൂടെ കടന്നു പോകും. അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ കരിയറിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ വലിയ ഇഷ്യൂസിലൂടെ പല സംഗതികളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ സലീന സ്റ്റോറി ഷെയർ ചെയ്ത പ്രകാരം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ട് ഈ ഒരു പൊസിഷൻ തന്നെ ഇപ്പൊ പുതിയൊരു ഉത്തരവാദിത്തം കിട്ടി. അപ്പൊ ഈ പൊസിഷൻ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തിയാണ് അല്ലെ. സോ അത്രയും വലിയ അതെ പൊസിഷനിലേക്ക് അതെ സച്ച് എ സ്ട്രോങ് വുമൻ. അങ്ങനെ സ്ട്രോങ് വുമൺ ആയിട്ട് ഒരിക്കലും ജനിക്കുമ്പോൾ ആവുന്നതല്ല, ബട്ട് അത് ഇങ്ങനെ ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സംഗതിയാണ്. സോ എനി സ്കിൽ ഈസ് ലേണബിൾ. നമ്മൾ ഏത് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആ സ്കില്ല് നമുക്ക് എന്താകും, ലേണബിൾ ആണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 ടിപ്സ് ഞാനിപ്പോ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് ഇപ്പൊ ഇതൊരു ന്യൂ സോൺ ആണ്. സോ ദർ ഇസ് സംതിങ് കോൾഡ് ഫെമിലിയാരിറ്റി ബ്ലോക്ക്. അപ്പൊ ആ ഒരു പരിചയക്കുറവിന്റെ പ്രശ്നങ്ങളുണ്ടാകും, പുതിയ ചാലഞ്ചസ്, പുതിയ സംഗതികൾ, പുതിയ പ്രഷർ, പുതിയ സംഗതി. പക്ഷെ ഇതിനെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, അത് നിങ്ങൾക്ക് ഫെമിലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണം. ആ ടാക്കിൾ ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, അതിലൂടെ കടന്നു പോകാനുള്ള സ്ട്രെങ്ത്, ആ കറേജ് സംഗതികൾ. പക്ഷെ ആ കറേജും സംഗതികളും ഒക്കെ നിങ്ങളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സോ മച്ച്, എന്താ പറയുക, ഫിയർ, നെഗറ്റീവ് ആയിട്ടുള്ള ചില ഇമോഷൻസ് ഉണ്ട്. ഫിയർ, ഇൻസെക്യൂരിറ്റി, പെയിന്, അതേപോലെ തന്നെ ഗിൽറ്റ്, അതേപോലെ തന്നെ ആങ്കർ, നമ്മളെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ച സംഗതികൾ, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ നമ്മളുടെ ഉള്ളിൽ ഫൊർഗീവ് ചെയ്യാതെ, ഹീൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ വി കൻ നോട്ട് ഫീൽ ദ സ്ട്രെങ്ത്, ഓർ നമുക്ക് ആ സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല, നമുക്ക് ആ ഒരു കറേജ് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല, ആ ഫേസിലൂടെ കടന്നു പോകാനുള്ള സംഗതി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ, ആ പാസ്റ്റ് we heal from the past completely, so that we can always generate happiness, strength, love, connection, power, everything, ആ കറേജ് അടക്കം എല്ലാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫെമിലിയാരിറ്റി ബ്ലോക്കിനെ നമുക്ക് മറികടക്കാൻ വേണ്ട സ്ട്രെങ്ത് നമ്മളിൽ വരും. പിന്നെ നമ്മൾ അങ്ങ് പോകും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഓരോ ഫേസിലും നമ്മൾ എടുക്കേണ്ട പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ട ക്രിയേറ്റിവിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ഓരോ ചാലഞ്ചസ് വന്നിട്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്ത് അതിൽ നിന്ന് അതുമായിട്ട് വർക്ക് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ, പ്രോബ്ലംസ് വരുമ്പോൾ തളരാതെ അതിനെ നോക്കിക്കണ്ട്, ഡിഫറെന്റ് പെർസ്പെക്ടീവിലൂടെ നോക്കിക്കണ്ട് അതിൽ എങ്ങനെ നമുക്ക് അതിനെ സൊല്യൂഷൻസ് കണ്ടെത്താം എന്നുള്ള ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ആ സൊല്യൂഷൻസിൽ വർക്ക് ചെയ്യാൻ കഴിയും. ഫോർ ദാറ്റ് വി നീഡ് ടു ഹാവ് എബിലിറ്റി ടു കോൺസെൻട്രേറ്റ്. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയണം.
ക്ലാരിറ്റിയോടുകൂടി തിങ്ക് ചെയ്യാൻ പറ്റണം, ഫോഗി ആയിട്ടുള്ള മൈൻഡ് ആവരുത്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാണ്, പഴയ നമ്മൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിൽ കിടക്കുന്ന, നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന, നമ്മുടെ ബോഡിയിൽ കിടക്കുന്ന ടോക്സിസിറ്റി, the old hurt, pain and everything we should remove, so we are clean. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുളിക്കാറുണ്ട്. കുളിച്ച് ഫ്രഷ് ആകും. എന്തിനാണ്? നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ കഴുകി കളയാനാണ്. അപ്പം എന്ത് അല്ലേ, നമ്മൾ പുറത്തു പോയി വരുമ്പോൾ വിയർപ്പുണ്ടാകാം, മറ്റുള്ള അഴുക്കുകൾ ഉണ്ടാകുന്ന സംഗതികളുണ്ട്. നമ്മൾ കുളിച്ച് ഫ്രഷ് ആവും, നല്ല റെഡി ആവും. അപ്പൊ എന്നിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് നല്ല എനർജിയാണ്, നല്ല ഫീലിംഗ് ആണ്. ദാറ്റ്സ് കോൾഡ്, എന്താ പറയുക, നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതുപോലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക്, അപ്പൊ അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അല്ലെ, ഒരു എനർജി ഫീൽ എന്നതുപോലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മനസ്സിനെ കുളിപ്പിച്ചിട്ട് എത്ര കാലമാണ്. ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. നമ്മുടെ മനസ്സിനെ നമ്മൾ കുളിപ്പിച്ചിട്ട് കഴുകിയിട്ട് എത്ര കാലമായി? കാരണം നമ്മുടെ മനസ്സിലേക്ക് ഇതേപോലെ മാലിന്യങ്ങൾ ഇതാണ് എന്ത്, മറ്റുള്ളവർ തന്ന വേദന, വിഷമം, അവർ തന്ന കമന്റുകൾ, ഒറ്റപ്പെടുത്തലുകളെ, വിഷമങ്ങള്, സംഗതികൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും കാര്യങ്ങളായിട്ട് കിടക്കുക. സോ യു ടേക്ക് യുവർ മൈൻഡ്, ക്ലീൻ ഇറ്റ്, വാഷ് ഇറ്റ്, ലൈക്ക് യു നോ. അപ്പൊ അത് സംഭവിച്ചു. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി ഫ്രഷ് ആവും, ക്ലിയർ ആവും. നമ്മുടെ മൈൻഡിൽ നിന്നാണ്, നമ്മുടെ ബോഡിയിൽ നിന്നല്ല ക്രിയേറ്റിവിറ്റി വരുന്നത്. നമ്മുടെ മൈൻഡിൽ നിന്നാണ് ധൈര്യം വരുന്നത്. നമ്മുടെ മൈൻഡിൽ നിന്നാണ് കറേജ് വരുന്നത്. നമ്മുടെ മൈൻഡിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്കില്ലും, കഴിവും, സൊല്യൂഷൻസും, ഐഡിയാസും ഇതെല്ലാം വരുന്നത്. സോ വി ഷുഡ് പ്രൊട്ടക്ട് അവർ മൈൻഡ്, ക്ലീൻ അവർ മൈൻഡ്, റീപ്രോഗ്രാം അവർ മൈൻഡ് ആൻഡ് റീബിൽഡ് ആൻഡ് റീബൂട്ട് ആൻഡ് റീഫ്രഷ് അവർ മൈൻഡ്, rejuvenate our mind. When you do that, you are ready to face any challenge and you will continuously grow. Okay, sir, but today's class is joining and I have to pay 8,000, no? Yeah. എനിക്ക് ഇന്നാണ് ഇപ്പൊ ഞാൻ ഇത് അറിഞ്ഞത്. ഇതിപ്പോ ഇന്ന് തന്നെ ഇപ്പൊ ഇത് അടക്കം വേണം. അടുത്ത സെഷനൊക്കെ നമുക്കാകുമ്പോ ഫണ്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാലോ. അതൊരു ചലഞ്ച് തന്നെയാണ്. കാരണം ഇതിപ്പോ ഇന്നലെ ഇന്നുമാണ് ഇപ്പൊ ഇത് അറിഞ്ഞത് സംഭവം. അപ്പൊ മുമ്പ് ഞാൻ EFTന്റെ ക്ലാസ് എന്തോ പേയ്മെന്റ് കുറച്ച് കമ്മിയായിട്ടൊക്കെ സെഷൻസ് കൊടുക്കുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് സെപ്പറേറ്റ് ചോദിച്ചു, അങ്ങനെ ഒരു സെഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവോ, ഒരു പിന്നെ പേയ്മെന്റ് വേറെ രീതിയിലായിട്ടുള്ളതെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. നിലവിൽ നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല. വി ആർ ഡൂയിങ് ദിസ് കോച്ചിങ് പ്രോഗ്രാം ഓൺലി. നെക്സ്റ്റ് ബാച്ച് വരുന്നത് ധാരാളം നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ. സോ ഒന്നുകിൽ ആ നെക്സ്റ്റ് ബാച്ചിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ആൾസോ യുവർ ചോയ്സ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ വേഴ്സ് ആവാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പിടിച്ചു നിൽക്കണം. അപ്പൊ ആ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് തന്നെ അതിലേക്ക് ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇറ്റ്സ് യുവർ കോൾ. എന്തായാലും നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട് സംസാരിക്കും കേട്ടോ. Yes, I request Riya to text me in WhatsApp. Okay, I'm there in that group. Okay. Thank you so much. Have a good day. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. Yes, good morning sir. Yes. ഞാനാണ് ബിന്ദു ആണ്. എനിക്ക് സലീമ ഇപ്പൊ സംസാരിച്ച സലീമ മാമില്ലേ, അവരോട് എന്താ പറയാനുണ്ടോ? പറഞ്ഞോളൂ. അവരോട് പറയാനുള്ളത്, നിങ്ങളെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തോളൂ. കാരണം ആദ്യം തന്നെ അഡ്വാൻസ് അടയ്ക്കാനുണ്ടെങ്കിൽ ക്യാഷ് വന്നോളും. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് ഫുൾ പേയ്മെന്റ് നടത്തിയിട്ട് എനിക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് കയറാൻ പറ്റിയത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ കയറാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് എത്തിപ്പെട്ടത്. ഈ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്താന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ചെയ്തിട്ട് അതിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നൊരു വ്യക്തിയാണ് ഞാൻ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അവര് പറയുന്നത് എന്താണെന്ന് അറിയോ, ഇപ്പം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കി നമ്മൾ കൺസേൺഡ് ആയിട്ടിരിക്കേണ്ട. ഇപ്പം ബിന്ദു മാം ഒക്കെ എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റോറി എന്നോട് പറഞ്ഞിരുന്നത് കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, then she borrowed some money and did the course and then came back. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ സിറ്റുവേഷനിൽ വരെ. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ്, സംഗതികളെ കുറിച്ച് വറീഡ് ആവേണ്ട. ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഫൈൻഡ് എ സൊല്യൂഷൻ. ഇറ്റ്സ് ലൈക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം നമുക്ക് ദിസ് ഇസ് റിയലി നീഡ്. നമ്മളിത് ഡിലേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഡിസ്കണക്ട് ആയിപ്പോ. പിന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട്, കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കണക്റ്റഡ് ആവുക. ഇപ്പൊ നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ട്, ഇപ്പൊ നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ട്. നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരു അടയാളം വരും, നമുക്കൊരു സൈന് വരും. നമ്മൾ വല്ലാണ്ട് പെയിനിലൂടെ കടന്നു പോകുന്നത്, ആ പെയിന് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്കൊരു ചിന്ത വരും. ആ ചിന്ത വരുന്ന സമയത്ത് ഒരു ബോധം, അല്ലെ, ഒരു ബോധം വരും. അങ്ങനെ ബോധം വരുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സിലേക്ക്, ഇത്തരത്തിലുള്ള അവസരങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുക. ആ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. ഒറ്റയടിക്ക് എന്ത് ചെയ്യണം? അതിലേക്ക് ആ തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പിന്നീട്
വേറെ തിരക്കുകളിൽ പെട്ടു. അങ്ങനെ ആ അടയാളം കാണിച്ചു തന്നിട്ട് പോലും നമ്മൾ അതിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവസരം എടുത്തില്ല. ചിലപ്പോൾ നമ്മൾ തിരക്കിൽ പെട്ട് പിന്നെ എപ്പോഴെങ്കിലും കാര്യം ചെയ്യാം, അപ്പോഴേക്കും വീണ്ടും ഒരുപാട് നമ്മുടെ കണ്ടീഷൻ വേഴ്സ് ആയി പോയിട്ടുണ്ടാവും. സോ ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. എനിവേ ടോക്ക് ടു റിയ ആൻഡ് ഷീ വിൽ ഒരുപക്ഷെ യൂണിവേഴ്സ് ആയിരിക്കും ചിലപ്പോ ഈ ട്രാക്കിൽ ശരിക്കും ഈ പീക്ക് സ്റ്റേജിൽ എത്തിപ്പെടുത്തത് എന്നാ പറയുന്നത്, പിടിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് സലീനെ. അതെ അതെ, എനിക്ക് മനസ്സിലായി. പറഞ്ഞോളൂ. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ, കാരണം ഈ സ്റ്റേജിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ അത് അത്യാവശ്യമുള്ള സമയം ആയതുകൊണ്ടായിരിക്കും ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോ അതിനുള്ള ക്യാഷും ഈ യൂണിവേഴ്സ് ആയിട്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. വെരി ഗുഡ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ ദിസ് ഈസ് ദ ടീം. സി, ഇവരൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കാം മാം. ഞങ്ങൾ എന്തായാലും എത്തും. നിങ്ങൾ എന്തായാലും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇതേ ട്രാക്കിലൂടെ വന്ന വ്യക്തികൾ തന്നെയാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ കമ്മ്യൂണിറ്റി. ഇല്ല സാർ മാം, ഞാനും ഇതുപോലെ സെപ്റ്റംബറിൽ എന്റെ മോൾക്ക് വേണ്ടി ഇതേ ഇഷ്യൂലത്തോട് വന്ന് ഞാനും മോളും ജോയിൻ ചെയ്തതാണ്. സെപ്റ്റംബറിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഫീസ് നമുക്ക് എങ്ങനെ അടയ്ക്കുന്ന തോന്നിയിരുന്നു, പക്ഷെ അതെല്ലാം ആ സമയത്ത് നടന്നിരിക്കും. വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ ഈ ട്രാക്കിൽ തന്നെയാണ്, ഒറിജിനൽ ട്രാക്കിൽ തന്നെ വന്ന് വിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാല്, ഇതൊരു നമ്മളുടെ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ പറയല്ല, ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാവരും അത്രയും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നു, പരസ്പരം എന്താ വെച്ചാൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു, ആൻഡ് സപ്പോർട്ടിങ് ഈച്ച് അതർ. ഇതൊരു നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു, നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു കോഴ്സ് അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇവിടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു പോകുന്നു, അതല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വി ആർ ക്രിയേറ്റിംഗ് എ ഫാമിലി, വി ആർ ക്രിയേറ്റിംഗ് എ സേഫ് സ്പേസ്. നമുക്കിതിൽ എന്താ പറയുക, ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ സേഫ് സ്പേസിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾ വരിക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, യു ഫീൽ സേഫ്, യു ഫീൽ പ്രൊട്ടക്റ്റഡ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ലൈഫിലെല്ലാം ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് നമുക്ക് മറികടക്കാൻ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്ന് പോകുക. ഓക്കെ സാർ, ഒരു കാര്യം പറഞ്ഞു. ഷഹീന പറഞ്ഞോളൂ. എനിക്ക് എല്ലാരോടും ഇപ്പം എല്ലാരും ഓരോ പ്രശ്നത്തിലൂടെ കടന്നു പോവാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ മോർണിംഗ് ക്ലാസ് ആണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ EFT എന്നുള്ളത് എല്ലാരും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്കിപ്പം എത്ര തന്നെ ക്യാഷ് ആണെങ്കിലും ഒന്നും, അതായത് നമ്മൾ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നില്ലേ, പക്ഷെ നമ്മളെ സെൽഫ് ലവ് കൊടുക്കാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് ക്യാഷ് ആണെങ്കിൽ പോലും സ്പെൻഡ് ചെയ്യാനാണ് ആൾക്കാർക്ക് മടി. പക്ഷെ അതിപ്പം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇങ്ങനെയും കഷ്ടപ്പെട്ടിട്ട് വരെ നമ്മൾ കൊടുക്കുന്നില്ലേ. പക്ഷെ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമുക്കൊരു മാറ്റം വരുള്ളൂ. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സാറുടെ കൗൺസിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന അധികം ആൾക്കാരും അവർക്ക് ഓരോ പ്രശ്നത്താലാണ് വരുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ EFT എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കിപ്പം പൈസ ഇല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള അതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ EFT. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് തന്നെ വരിക. വേറെ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനുപരി നമുക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മുന്നോട്ടുള്ള ലൈഫ് അത്രയും ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ആരോഗ്യപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും എല്ലാത്തിലും നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിന് നമ്മൾ മുൻഗണന കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും എല്ലാം പറ്റും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സുലീന എന്താ ചോദിക്കാനുണ്ടായിരുന്നു അല്ലേ? സാർ, ഞാൻ പ്രീവിയസ് ഓർഗനൈസേഷനിൽ പ്രൈമറിലി കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത അവിടെ ബെസ്റ്റ് പെർഫോമർ അവാർഡൊക്കെ വാങ്ങിയ ഒരു വ്യക്തിയാണ്. 90 സ്റ്റുഡൻസിനെ ഞാൻ UK-ലും യൂറോപ്പിലോട്ട് റിക്രൂട്ട് ചെയ്തതാ. എന്നിട്ടാണ് ഞാൻ മാനേജർ പോസ്റ്റിലോട്ട് വന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ സംഗതി ആകെ വേറൊരു കോലത്തിലാണ്. ഇത് ഓൾറെഡി കൗൺസിലേഴ്സ്, എന്റെ അണ്ടറിലുള്ള 8 കൗൺസിലേഴ്സ് ഫോളോ അപ്പ് എടുത്തിട്ട് ചെയ്ത് പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരെ ഞാൻ പിന്നെ വിളിച്ച് കൗൺസിൽ ചെയ്ത് UK-ലോട്ട് ക്ലോസ് ചെയ്യാന്നാണ് കമ്പനി തന്ന ടാർഗറ്റ്. ഇത് എനിക്ക് ഭയങ്കര ഒരു ചലഞ്ച്. ഫ്രഷ് ലീഡ്സ് ഞാൻ ആദ്യം ക്ലോസ് ചെയ്ത്, അതല്ല, ഫ്രഷ് ലീഡ്സ് കുട്ടികളെ അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അവരിടുന്ന പിന്നീട് റിപ്ലൈ കിട്ടാത്ത ആൾക്കാരനെ ഞാൻ വിളിച്ച് ക്ലോസ് ചെയ്യാണ്. ഇത് ഞാൻ വിളിച്ച് UK എന്ന് കേൾക്കുമ്പോൾ തന്നെ മാം ഞാൻ വേറെ ജോയിൻ ചെയ്തു, മാം ഇത് പറഞ്ഞ് ഇനി വിളിക്കണ്ട, ഇതും പറഞ്ഞ കുട്ടികളോട് പിന്നെ ഞാൻ പിന്നെ എങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കൊടുക്കുക? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാനേജർ വിളിച്ചിട്ട് പറയാം. I understand your pain. Don't worry.
കമ്പനി നീഡ്സ് മോർ അപ്പൊ ഞാൻ ആലോചിക്കുക, ഇതിപ്പോ കമ്പനിക്കാണോ തെറ്റ്, എനിക്കാണോ തെറ്റ്, കുട്ടികൾക്കാണോ തെറ്റ്, എന്തപ്പോ നടക്കണെന്ന് എനിക്കൊരു ഐഡിയ പോലും ഒരു കിട്ടുന്നില്ല. കാര്യം ഞാൻ പറയട്ടെ, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം പറയട്ടെ. നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാകട്ടെ. ഓക്കെ, പക്ഷെ ഞാൻ സർ കാണുന്നുണ്ട്, ഞാനൊരു ഞാൻ അവിടെ സർ ഏറ്റവും ഒരു കാര്യം ബെസ്റ്റ് ഞാൻ ആയിട്ടുള്ള പറഞ്ഞോട്ടെ CRM സർ, ഒരു ആയിട്ട് കാര്യം നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. സി, നമ്മുടെ റിയ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റിയ വാണ്ട്സ് ടു അഡ്വൈസ് യു, ലൈക്ക് ഗിവ് ഗൈഡൻസ്. ഞാൻ സ്വന്തമായിട്ട് റിക്രൂട്ട്മെന്റ് ഇസ്രായേലിലേക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. മാർച്ചിലെ സമയത്ത് 350 വരെ ഒറ്റയടിക്ക് നമ്മൾ ഇവിടെ ഇറക്കിയതാണ്. കഴിഞ്ഞ മാർച്ചിന് ശേഷം, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, എനിക്ക് ഒരാൾ പോലും ഇതുവരെ വന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോഴേ ഞാൻ ഭയങ്കര സ്റ്റക്കായിട്ട് ഈ ക്ലാസ്സിന് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ എന്റെ ഡെയിലി റൊട്ടീൻസ് ഒക്കെ മാറ്റി എല്ലാം ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം എനിക്ക് 50 പേരുടെ കോൺട്രാക്ട് വന്നു. അത് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ആൻസർ ഇല്ല. പക്ഷെ 50 പേരുടെ കോൺട്രാക്ട് വന്നു. അത് കഴിഞ്ഞ് എനിക്ക് പല പല കോൺട്രാക്റ്റുകൾ വന്നു. ഏകദേശം 250 വരെ ഞാൻ റീപ്ലേസ് ചെയ്തു, മീൻസ് പ്ലേസ് ചെയ്തു. കൺഫേം ആയിട്ടില്ല, അല്ലെങ്കിൽ വിസ വന്നിട്ടില്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷെ അതിൽ 20ഓളം പേരുടെ വിസ അപ്രൂവൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അവർക്കൊരു 2-3 വീക്സിൽ ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇന്ന്, നാളെ, മറ്റന്നാൾ ഒരു വലിയ ബാച്ചിന്റെ ഇന്റർവ്യൂ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ട് മംഗലാപുരത്ത് നടക്കുവാണ്, ഇസ്രയേലിൽ വരാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങളുടെ കെയർ ഓഫിൽ 121 പേരുടെ ഇന്റർവ്യൂ. ഓക്കെ, നമ്മൾ മാത്രമായിട്ട് വിടുന്നതാണ് 121 പേരെ. ഇതെങ്ങനെ നടന്നു എന്നുള്ളത് ഞാൻ ചെയ്ത കാര്യമല്ല, ഞാൻ ഇപ്പോഴും ഇസ്രായേലിൽ ഇരിക്കുന്നതാണ്. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ എന്താ എനിക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മുടെ കഴിവും നമ്മുടെ ആ ഒരു പോസിറ്റീവ് ഫീലും പുറത്തേക്ക് വരുമ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ക്ലാസ്സിന് 1 മാസം മുമ്പ് വരെ എനിക്ക് അറിയില്ലായിരുന്നു. ഈ ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് സാറ് പറയും നമുക്കത് വരും. അതേ കണക്കൊരു 3 lakh rupees ഒരു കാൻഡിഡേറ്റ് എന്നെ പറ്റിച്ച പൈസയാണ്. സാറ് പറഞ്ഞു അത് വരും എന്നുള്ളത്. കഴിഞ്ഞ ഈ ഒരു 10-ാം തീയതി ആയപ്പോൾ അയാള്, മാം എന്റെ കയ്യിൽ 50,000 രൂപയോളം, ഞാൻ എല്ലാ മാസം 50,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട്, എനിക്കറിയില്ല ആള് ഇങ്ങോട്ട് തരിക ചെയ്തേ. അത് കണക്ക് ഇന്ന്, നാളെയും, മറ്റന്നാളൊക്കെ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. അപ്പൊ ഇത് എങ്ങനെ നടക്കും എന്നുള്ളത് എന്നോട് ചോദിക്കരുതും, ഇത് നടക്കും എന്നുള്ളതാണ് കുട്ടിയോട് എനിക്ക് പറയാനുള്ള ആൻസർ. സലീന നമ്മൾ കേട്ടല്ലോ, വിചാരിക്കും അത് പോസിബിൾ അല്ല എന്ന്. അതെ അതെ സെലീന, ദിസ് ഈസ് കോൾഡ് മിറക്കിൾ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അതുകൊണ്ട് ഇവർ ഇത്രയും കണക്റ്റഡ് ആയി നിൽക്കുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഇങ്ങനെ എന്തുകൊണ്ട് ഇവർ അത്ഭുതങ്ങൾ പറയുന്നു? ദിസ് ഈസ് കോൾഡ് മിറക്കിൾസ്. സെലീന, ഇതിൽ ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ കമ്പനിക്കാണോ പ്രശ്നം, നിങ്ങൾക്കാണോ പ്രശ്നം, 2 പേർ ആർക്കായിക്കോട്ടെ പ്രശ്നം. സെലീനയ്ക്ക് ഒരു പ്രശ്നമില്ല, അത് ഞാൻ പറയാം. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനർജി ഹാസ് ടു ചേഞ്ച്. ആ എനർജി ചേഞ്ച് ആകുമ്പോൾ കമ്പനി ചിലപ്പോൾ ഈ പോളിസി തന്നെ ചേഞ്ച് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സംഭവിക്കാൻ പോണത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിലേറെ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനി, സെലീനയുടെ സിറ്റുവേഷൻ ചേഞ്ച് ആണ്. യു വിൽ ബി ഇൻ എ റൈറ്റ് പൊസിഷൻ, യു വിൽ ബി ഗോയിങ് ത്രൂ. അത് ചിലപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻസ് ക്ലോസ് ചെയ്യാൻ കഴിയുന്ന കഴിവ് സെലീനയിൽ വരലാവാം. അതല്ലെങ്കിൽ എന്തായിരിക്കാം, ഇപ്പം തന്നിരിക്കുന്ന വളരെ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ടാർഗറ്റും സംഗതികളും കാര്യങ്ങളാണെങ്കിൽ അത് അവർ ചേഞ്ച് ചെയ്യുന്നതാവാം. വട്ട് എവർ ഇറ്റ് ഈസ്, യുവർ എനർജി ചേഞ്ച്, എവറിഥിങ് ചേഞ്ച്. ദാറ്റ് ഐ ക്യാൻ പ്രോമിസ് യു. And that's what is happening with Ria. That's happening with many people. സാർ, എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയപ്പോ തന്നെ എന്റെ ഒരു കിളി പോയി. അപ്പൊ ഞാൻ എന്റെ ഒരു പ്രീവിയസ് കൺസിലർ സാർ ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ട് സംസാരിച്ചു. I understand. അപ്പൊ സാറും പറഞ്ഞു, സെലീന ഇത് എനിക്ക് പോലും അതൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന സാറാ, എനിക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രഷർ അല്ല ഇപ്പൊ തന്നിട്ടുള്ളത്. ഇവര് ഒരു ജോലിക്കും കോഴ്സിനും ജോയിൻ ചെയ്തു. Can I tell you one thing what is happening now? ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയോ? അപ്പൊ എനിക്ക് എന്താ പറയാ സാർ പറഞ്ഞോളൂ. സെലീന ഇപ്പൊ പറയുന്നത്, യു ആർ ഇൻ സോ മച്ച് പെയിൻ. സാർ പ്ലീസ് ലിസൺ ടു മീ. എനിക്ക് കുറെ പറയാനുണ്ട്, എനിക്ക് കുറെ ഉള്ളിലുണ്ട്, എനിക്ക് കുറെ സങ്കടം, വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകും. That's what you want to tell me, right? അപ്പൊ അതിനുള്ള ആ സൊല്യൂഷനിലേക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സെലീനയ്ക്ക് എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് എന്താവില്ല, മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക എന്താ വെച്ചാൽ, നമുക്ക് ഇത് സോർട്ട് ഔട്ട് ചെയ്യണം. ഇതുപോലെ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ടാവും. എനർജി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംസാരം ഒന്നും ഇനി ഉണ്ടാവില്ല. ഇതെല്ലാം മാറി മറിയും. ഇതുപോലെ തന്നെയായിരുന്നു എന്നോട് സംസാരിച്ചിരുന്ന സാർ. അപ്പൊ ഞാൻ അഡ്വാൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കയറി എന്നെ ഒന്ന് കണക്ട് ചെയ്താൽ മതി സാർ. നോക്കി നിൽക്കാനില്ല. മേക്ക് ദ പേയ്മെന്റ് ടുഡേ ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം immediately and come to the platform. Okay, thank you so much. ഞാൻ ഇന്നലെയാണ് ഇതിനെ പറ്റി അറിഞ്ഞത്. എനിക്കൊരു പ്ലാനിങ് പോലും എടുക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പ്രീവിയസ്ലി അറിയെങ്കിൽ നമ്മൾ ഇതിനുള്ള ഫണ്ട് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. കാരണം നമുക്ക് എനർജി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത. You will be in the program, you will find the payment, you will be in the program. Okay, full payment അടച്ച് നിങ്ങൾ പ്രോഗ്രാമിൽ ഉണ്ടാകും. I know that. Okay sir. Okay, that's it. That's what's going to happen. Okay then, all the best. Thank you. Okay. അപ്പോ ഇന്ന് നമുക്ക് ഹീലിംഗ് ഉണ്ട്. ഹീലിംഗിൽ ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഹീലിംഗിലേക്ക് വരിക. എനിവേ, താങ്ക് യു സോ മച്ച്.
See you tomorrow with another session.